പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ കൺമണിയുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൺമുഖദാസിന്റെ വരവിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഈ കാര്യം പുറത്തു പോകരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എല്ലാവരോടും കൃഷിന്റെ അച്ഛൻ. പക്ഷേ ഇതേ തുടർന്ന് ദേവ്ജിയെ ഫോൺ ചെയ്യുന്ന അയാൾ ഷൺമുഖദാസിന്റെ വരവിനെ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്ത്, ഷൺമുഖദാസ് വന്നുവെന്നോ? അയാളെ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അയാൾ വെറുതെ വരില്ല സാഗർ, ഇതിലെന്തോ ചതിയുണ്ട്. അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. അയാൾ വെറുതെ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി പോകേണ്ട ആവശ്യമില്ലല്ലോ. 15 ദിവസത്തിനുള്ളിൽ അയാളെ ചെന്ന് കണ്ടില്ലെങ്കിൽ പുതിയ വഴിത്തിരിവുണ്ടാകും എന്നൊക്കെയുള്ള ഭീഷണിയാണ് അയാൾ മുഴക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം എന്നുള്ള കാര്യം പോലും ദേവിജി എനിക്കറിയില്ല. പേടിക്കാതിരിക്കൂ സാഗർ, കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തുകൊള്ളാം. അല്ല ദേവ്ജി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിപ്പോൾ കൃഷ് അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് കൃഷിയിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതല്ലേ നല്ലത്. നീ പറഞ്ഞത് ശരിയാണ് സാഗർ. കൃഷ് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൻ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നമുക്ക് തന്നെയാകും ബുദ്ധിമുട്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാനൊന്ന് മാനേജ് ചെയ്യാം. ധൈര്യമായിരിക്കൂ സാഗർ, ഒന്നും സംഭവിക്കില്ല. ഇതേ തുടർന്ന് കൺമണിയുടെ പ്രൊമോഷൻ എല്ലാവരും ഓഫീസിൽ ആഘോഷിക്കുകയാണ്. കൺമണി, നീ ചെയ്തത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നീ ഉള്ളതുകൊണ്ടാണ് ഈ കമ്പനി ഇപ്പോൾ ഇങ്ങനെ വളർന്ന് വലുതായിട്ടുള്ളത്. ഒരുപാട് തടസ്സങ്ങൾ മാറ്റുന്നതിനായി നിനക്കാണ് സാധിച്ചത്. ഇല്ല സാർ, നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതിനെ സാധിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കുമായിരുന്നില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. സാർ എന്തായാലും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നത്. കൺമണി ഇങ്ങ് വാ. എന്താ സാർ? അൺഒഫീഷ്യലായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഇത് മറ്റാരും അറിയരുത്. ശരി സാർ. കൃഷ് പോലും? സാർ, അതെ, കൃഷ് പോലും അറിയാതെ വേണം ഈ കാര്യം ചെയ്യാൻ. കൺമണിയെ ഞാൻ അത്രയധികം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം ഏൽപ്പിക്കുന്നത്. മനസ്സിലായോ കൺമണി? അതിൻ്റെ സീരിയസ്നെസ് നിനക്ക് ഉണ്ടാവുകയും വേണം. സാർ, ഞാൻ അതിന് തയ്യാറാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് സാർ പറഞ്ഞാൽ മതി. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. കണ്ട, ഈ പെൺകുട്ടി ആരാണ്, എന്താണ്, എന്തിനാണ് വന്നത് മുതലായ കാര്യങ്ങൾ കൺമണി എനിക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു തരണം. ഈ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സാർ. നീ ഇതിനെ പറ്റി ഒന്ന് കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മനസ്സിലായോ? ശരി സാർ, ഞാനിത് അത്ര കോൺഫിഡൻഷ്യലായി ചെയ്യാം. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. ഇതോടെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി. മറ്റാരും അറിയാതെ വേണം ഇതേ തുടർന്ന് നീക്കങ്ങൾ നടത്താനെന്ന് കൺമണി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഷൺമുഖദാസിനെ കുറിച്ചുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ദേവ്ജി. മാത്രവുമല്ല, ഇതോടെ ദേവ്ജി സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. ഷൺമുഖദാസിന് പിന്നിൽ കളിക്കുന്നത് മറ്റാരുമല്ല, ബാലുവും സുമിത്രയുമാണ് എന്നുള്ള കാര്യം. അതും ബലരാമന്റെ മാതാപിതാക്കൾ.
ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇല്ലേ എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ